ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വി ചാനൽ. സന്താനം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, തമിഴ് സിനിമ കോമഡി താരമായിരുന്നു. ഒരുപാട് നല്ല കോമഡി സിനിമകളിൽ ഒരുപാട് നല്ല വേഷം ചെയ്ത ഒരാൾ പിന്നീട് നായക വേഷത്തിലേക്ക് പോകുന്നു. അവിടെ കണ്ട ഒരു പതനം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴൊരു മാറ്റവും എന്നാലും സിനിമകൾ കിട്ടുന്നുണ്ട്. സന്താനത്തിന്റെ പുതിയ സിനിമയായ ലവ് ബൈറ്റ് എന്നൊരു സിനിമയുടെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്, ഒരു ഗ്ലിംസ് എന്ന പോലെ. അപ്പോൾ മലയാളിയായ അപർണ ദാസ് ആണ് നായികയായെത്തുന്നത്. AGS സിനിമാസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. പൂജ ശർമ്മണിയാണ് കേട്ടോ. AGS ലവ് ബൈറ്റ്, കൽപ്പദേശ് ടാഗോറാം, സന്താനം, അപർണ ദാസ് എവിടെ? സെൽവിൻ രാജ് സേവരാണ് ഡയറക്ടർ. VTV ഗണേശനുണ്ട്, ആനന്ദ് രാജ്, റാവു. അത് ശരി. അതായത് സന്താനത്തിന്റെ സിനിമയിലെ എല്ലാ സ്റ്റാർ ആൾക്കാരും ഉണ്ട്. ആ സിനിമയിലുള്ള ആ ഒരു കാസ്റ്റിംഗ് പീരീഡിലുള്ള എല്ലാവരും ഉണ്ട്. ആൻഡ് AGS ഇതുപോലൊരു വെറൈറ്റി കോൺസെപ്റ്റുമായിട്ട് ആരെങ്കിലും വരുമെങ്കിൽ എടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഇപ്പൊ ലവ് ടുഡേ ഒക്കെ AGS ആണ്. അതുപോലെ ഇത് ലവ് ബൈറ്റ്, എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു കോമഡി പടം അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഹ്യൂമർ ഒക്കെ വരുന്ന പോലത്തെ ഒരു പടാവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഒരു നല്ലൊരു കോൺസെപ്റ്റ് വരുമ്പോഴാണ് AGS എടുക്കാറ്. അപ്പൊ ഇതും നല്ലൊരു കോൺസെപ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. മ്യൂസിക് ഡയറക്ടർ ആരായിരുന്നു? AGS ഗ്രൂപ്പ് മുഴുവൻ ഉണ്ട്. അപർണദാസ് വന്നിട്ടില്ല ഏട്ടാ. ക്യാമറ റോളിംഗ്, ആക്ഷൻ, ലവ് ബൈറ്റ്. അർച്ചന ഗണപതിയാണ് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ. അപ്പൊ അതാണ് സംഭവം. അതായത് ഇതെനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടിട്ട് ഇതിപ്പോ ഒരു പൂജ സെറമണിയുടെ ഒരു ടീസറാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സന്താനമാണ് നായകനായിട്ട് വരുന്നത്, അപർണ ദാസ് ആണ് നായികയായിട്ട് വരുന്നത്. ആൻഡ് VTV ഗണേശും റാവു, അങ്ങനെ പല നേരത്തെ നമ്മൾ സിനിമയിൽ കണ്ട സന്താനത്തിന്റെ സിനിമയിലുള്ള ഒരു കാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. മ്യൂസിക് ആരെന്നിനി നോക്കാം. ആൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന AGS ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഇതിൽ നേരത്തെ ഒരു ടോക്കൊക്കെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഒരു ടൈം ട്രാവൽ, അതായത് സന്താനത്തിന് ഒരു നല്ലൊരു ടൈം ട്രാവൽ സിനിമ ഉണ്ട്, ഒരു കോമഡി ആയിട്ടുള്ള ഒരു പടം. പക്ഷെ ആ സിനിമയുടെ പേരെനിക്ക് വിട്ടുപോയി. ആൻഡ് അതുപോലത്തെ ഒരു പടം വരാനാണ് സാധ്യത കൂടുതൽ. ആൻഡ് തമിഴിൽ ഈ സിനിമയുടെ ഈ ടീസർ ഇതിന്റെ ഒരു നെയിമൊക്കെ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ആ ലവ് ബൈറ്റ്സ് സിനിമയാണെങ്കിൽ ബൈറ്റ്സ് ഒരുപാട് കാണിക്കണമെന്ന്. ലവ് ബൈറ്റ് ഒരു തമാശ രൂപണയൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാ ഒരു കമന്റുകളൊക്കെ ആണല്ലോ. ആൻഡ് സിനിമ ഇപ്പം ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നുണ്ട്. പൂജ സെറമണിയാണ് ഇപ്പൊ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു നല്ലൊരു സിനിമ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം AGS വരുമ്പം AGS അത്യാവശ്യം, അതായത് ഹൈ ബഡ്ജറ്റ് പടങ്ങൾ എടുക്കുന്നുണ്ട്, അവർ ലോ ബഡ്ജറ്റ് പടങ്ങൾ എടുക്കുന്നുണ്ട്, സ്റ്റാർ കാസ്റ്റ് പടങ്ങൾ എടുക്കുന്നുണ്ട്, നോർമൽ കാസ്റ്റ് സിനിമകൾ അവിടെ എടുക്കുന്നുണ്ട്, അവർ കോണ്ടന്റും നോക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ AGS ഇതൊരു നല്ലൊരു സാധനം വരാനാണ് റിപ്പോർട്ട്സ് പ്രകാരം കൂടുതലായിട്ട് തോന്നുന്നത്. എന്തായാലും കണ്ടു നോക്കാം. ഈ പടങ്ങളിൽ സന്താനത്തിനൊരു നല്ലൊരു പടം വരട്ടെ. സത്യം പറഞ്ഞാൽ പുള്ളി കോമഡിക്കാരനായിട്ട് നിന്നപ്പോൾ എന്തൊക്കെ പടങ്ങളായിരുന്നു. ഈവൻ നിങ്ങളുടെ ഇപ്പോൾ ഡെപ്യൂട്ടി ഉദയനിധി സ്റ്റാലിന്റെ സിനിമകൾ ഉണ്ടായിരുന്നു. ഒരിക്കലൊരു കണ്ണാടി, നൻപേണ്ട, ഒരു കതിർവേലൻ കാതൽ, ഇതിലൊക്കെ എന്തൊരു കോമഡി. അതൊക്കെ പിന്നെ ഇവിടെ സന്താനത്തിന് എന്താണ് കോമഡി പടം ഇല്ലാത്തത്? തളപതി വിജയോടെ തന്നെ തലവേല്, വേലായുധത്തിലൊക്കെ സന്താനം. വേറെ എത്ര കോമഡി, ശിവമനസ്സുകളുടെ ശക്തി, ജീവാൻ്റെ സന്താനം, പിന്നെ സിനിമകൾ പറയണ്ടല്ലോ, എത്രയോ പടങ്ങളുണ്ട്. എല്ലാത്തിനും സ്കോർ ചെയ്ത സന്താനാണ്. കിടിലം കോമഡിയും കാര്യങ്ങൾ. ബട്ട് എന്ന് അദ്ദേഹം കോമഡിയിൽ നിന്ന് സിനിമയിൽ താരത്തിലേക്ക്, നെടലിലേക്ക് പോയോ, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂഷൻ പോയതുപോലെയാണ്. പിന്നെ അവിടെയും പോയി സെയിം കോമഡി വേഷമാണ്. അതിനേക്കാളും പിന്നെ കോമഡി ആയിട്ട് ഇവിടെ നിന്നാൽ പോലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ. പിന്നെ ആരോ പറഞ്ഞ പോലെ അവർക്കൊരു ചേഞ്ച് താല്പര്യമുണ്ട്, അവർക്കൊരു
ജോണർ ഷിഫ്റ്റ് പാറ്റേൺ താല്പര്യം ഉണ്ടായി കാണും, അതുകൊണ്ട് അങ്ങനെ ചെയ്തായിരിക്കും. അത് അവരുടെ പേഴ്സണൽ ഡിസിഷൻ. എന്നിരുന്നാലും വ്യൂവേഴ്സിന്റെ ഡിസിഷൻ പ്രകാരം അല്ലെങ്കിൽ ആഘോഷം പ്രകാരം അല്ലെങ്കിൽ ആഗ്രഹ പ്രകാരം അദ്ദേഹം കോമഡിയിൽ തന്നെ നിൽക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പോഴും. കാരണം കോമഡിയിലായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന് എല്ലാ സിനിമയിലും കണ്ണകി. സിനിമാ താരം നടനൊക്കെ ആയതുകൊണ്ട് സിനിമകളും കിട്ടുന്നില്ല, ഇതുപോലെ ഇടയ്ക്കും പുള്ളിക്ക് കിട്ടുന്നു, അതാണെങ്കിൽ പൊട്ടിപ്പോവുകയും ചെയ്യുന്ന, ആരും ശ്രദ്ധിക്കുന്നുമില്ല. ആൻഡ് എനിവേ ലവ് ബേർഡ്സ് എല്ലാവരും ശ്രദ്ധിക്കട്ടെ, തമിഴ്നാട്ടിലും നല്ലൊരു ഹിറ്റ് കിട്ടട്ടെ എന്ന് സന്താനത്തിന് ഞാൻ ആശംസിക്കുന്നു. ഏജ് സിനിമാസ് ഒരു നല്ലൊരു സിനിമ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.